ജമ്മു കാശ്മീർ ഇലക്ഷൻ താജ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഏറ്റവും പുതിയ സർവേയാണ്. ഈ സർവേ വിവിധ ജില്ലകളിലെ പാർട്ടികൾക്ക് കിട്ടുന്ന സീറ്റുകളാണ് നോക്കുന്നത്. ആദ്യം പറയുന്ന ജില്ല ഉധംപൂരാണ്. ഉധംപൂരിൽ 4 സീറ്റുകളുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് BJP സഖ്യവും നേടും. അടുത്തത് കുപ്വാരയാണ്. കുപ്വാരയിൽ 6 സീറ്റുകളുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് PDPയും 1 സീറ്റ് മറ്റുള്ളവരും നേടും. അടുത്തത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ 8 സീറ്റുകളുള്ളത്. 8 സീറ്റിൽ 5 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് PDPയും 1 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്തത് ജമ്മുവാണ്. ജമ്മുവിൽ 11 സീറ്റുകളുള്ളത്. 11 സീറ്റിൽ 5 സീറ്റ് ഇന്ത്യ സഖ്യവും 5 സീറ്റ് BJPയും 1 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്ത ജില്ല ബാരാമുള്ളയാണ്. ബാരാമുള്ളയിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 4 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും 2 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. ബാരാമുള്ള ലോക്സഭാ മണ്ഡലം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അടുത്തത് പുൽവാമയാണ്. പുൽവാമയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും നേടും. അടുത്തത് കത്വയാണ്. കത്വയിൽ 6 സീറ്റുകളുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് BJPയും 1 സീറ്റ് PDPയും 1 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്ത ജില്ല രജൗരിയാണ്. രജൗരിയിൽ 5 സീറ്റുകളുള്ളത്. 5 സീറ്റിൽ 4 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല ബന്ദിപ്പുരയാണ്. ബന്ദിപ്പുരയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല സാംബയാണ്. സാംബയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് BJP സഖ്യവും മറ്റൊരു സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല പുഞ്ചാണ്. പുഞ്ചിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല അനന്തനാഗാണ്. അനന്തനാഗിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 5 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല കിസ്ത്വാരയാണ്. കിസ്ത്വാരയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല ദോഡയാണ്. ദോഡയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല ഷോപ്പിയാണ്. ഷോപ്പിയയിൽ 2 സീറ്റുകളുള്ളത്. 2 സീറ്റിൽ 2ഉം നേടുക ഇന്ത്യ സഖ്യമാണ്. അടുത്ത ജില്ല റിയാസിയാണ്. റിയാസിയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്ത ജില്ല റാംബാനാണ്. റാംബാനിൽ 2 സീറ്റുകളുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് BJPയുമാണ് നേടുക. അടുത്ത ജില്ല ഗുൽഗാമാണ്. ഗുൽഗാമിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയുമാണ് നേടുക. അടുത്തത് ബഡ്ഗാമാണ്. ബഡ്ഗാമിൽ 5 സീറ്റുകളുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും മറ്റൊരു സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്ത ജില്ല ഗന്ദർബാലാണ്. ഗന്ദർബാലിൽ 2 സീറ്റുകളുള്ളത്. 2 സീറ്റിൽ 2ഉം നേടുക ഇന്ത്യ സഖ്യമാണ്. ആകെയുള്ള 90 അംഗ നിയമസഭയിൽ 55 സീറ്റ് ഇന്ത്യ സഖ്യവും 10 സീറ്റ് BJPയും 18 സീറ്റ് PDPയും 7 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്.